ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ക്യാരറ്റ് വടയാണ്. അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് ഞാൻ കോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 100 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ ഉഴുന്നൊന്ന് അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉഴുന്ന് ഒന്ന് സോഫ്റ്റ് കിട്ടണമെങ്കിൽ അല്പം ഇട്ടാലേ അത് നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജാറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇല്ലാതെ ഇങ്ങനെ ഇതുപോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി സവാളയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഉഴുന്ന് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട്. ഇതിൽ വേറെ ഒരു മാവും ചേർക്കണ്ട. നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അത് ഇഞ്ചി ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ക്യാരറ്റ് വടയാണ് നമ്മൾ തയ്യാറാക്കണം. അതൊന്ന് പശ വേണം. അപ്പോൾ ഇത് ഒരു ഉരുട്ടിയിടാൻ ഒരു പശയ്ക്കാണ് നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടുള്ളത്. അതുപോലെ 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തത്, 2 പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അത് അതിൽ അല്പം പോലും ഞാൻ ഉഴുന്ന് നന്നായിട്ട് കോത്തിട്ടേ ഉള്ളൂ. അതിൽ വെള്ളമൊന്നും ചേർക്കട്ട. നമ്മൾ ചെറിയ ജാറിലിട്ട് കുറച്ചിട്ട് അരച്ചെടുത്താൽ നമുക്ക് വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഇതിൽ വേറെ ഒരു മാവും ചേർക്കണ്ട. ഇത് നമ്മൾ ശരിക്കും പറയുന്നത് ക്യാരറ്റ് വടയാണ്. അപ്പോൾ ക്യാരറ്റാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഞാൻ 100 ഗ്രാം ക്യാരറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉഴുന്ന് മാവ്, ക്യാരറ്റ് വടയുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും. ക്യാരറ്റ് ഉഴുന്നുവട തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്കൊരു ചെറിയ കടായിയാണ് വെച്ച് കൊടുക്കണം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത്. ഇത് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി വടയാണ്. നമ്മുടെ ക്യാരറ്റ് ആയാലും നല്ല ടേസ്റ്റുള്ള വടയാണ്. ക്യാരറ്റ് വട ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.